Hello guys, welcome back to another vlog. അപ്പോൾ ഫസ്റ്റ് വന്ന് നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷം കുട്ടിയെ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. അതായത് വാക്സിനേഷൻ ബുക്ക്, റെഡ് ബുക്ക് എന്ന് പറയും, അത് നമുക്ക് തന്നുവിടും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മിഡ് വൈഫ് വന്ന് കാണുമെന്നാണ് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് ഇൻഫോം ചെയ്യുന്നത്. ഈ മിഡ് വൈഫ് വന്നിട്ട് കമ്മ്യൂണിറ്റി മിഡ് വൈഫാണ്. ഇവരായിരിക്കും വീട്ടിൽ വന്ന് നമ്മളെ ചെക്കപ്പ് ചെയ്യുന്നത്. ബേബിയുടെ ഹെൽത്ത്, അമ്മയുടെ ഹെൽത്ത്, ബേബി അമ്മയായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാണ് പോകുന്നത്, ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട്, മിൽക്കിൻ്റെ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യം അവർ ചെക്ക് ചെയ്യാമെന്നാണ് മെയിനായിട്ട് ഈ കമ്മ്യൂണിറ്റി മിഡ് വൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ ഈ ഹോസ്പിറ്റൽ സൈഡിൽ നിന്നുള്ള നേഴ്സുമാർ നമുക്കിത് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വാക്സിൻ നമ്മളോട് എടുക്കാൻ പറ്റുന്നത് BCG വാക്സിനാണ്. അത് ട്യൂബർക്യുലോസിസിനാണ് മെയിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ നമ്മൾ വരുന്ന കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അവിടെ ഈ TB കേസസ് കൂടുതലാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് TB വാക്സിൻ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളോട് ഫസ്റ്റ് വാക്സിൻ എടുക്കാൻ പറഞ്ഞത് ഈ BCG വാക്സിനാണ്. അത് കുട്ടിയുടെ ഷോൾഡർ, അതായത് ഈ ഒരു പോർഷനിലായിരിക്കും കുത്തിവെക്കുന്നത്, സ്കിന്നിലായിരിക്കും കുത്തിവെക്കുന്നത്, ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട വാക്സിൻ. അതൊരു ഏകദേശം ഒരു 2 weeks ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്കൊരു ഡേറ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ട് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്, കുട്ടി ജനിച്ച ഹോസ്പിറ്റൽ ഏതാണോ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയും ഇതുപോലെ BCG വാക്സിൻ എടുക്കാനുണ്ട്. അപ്പോൾ അവിടുത്തെ വാക്സിൻ ക്ലിനിക്കിലെ നേഴ്സ് നമുക്കൊരു ഡേറ്റ് തന്നിട്ട് ബുക്ക് ചെയ്യാൻ പറയും. അങ്ങനെയാണ് നമ്മൾ ഈ BCG അപ്പോയിൻമെൻറ്റിന് പോകുന്നത്. ഇതിന് ശേഷം വരുന്നത് നോർമലായിട്ടുള്ള വാക്സിനേഷനുണ്ട്. 3 ഡോസാണ് അത് വരുന്നത്. അതെടുക്കുന്നത് 12 weeks, 16 weeks, 20 weeks ഈ കണക്കിലായിരിക്കും നമ്മൾ ബേബിക്ക് വാക്സിൻ എടുക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെഡ് ബുക്കും കൊണ്ട് വേണം. ഏത് അപ്പോയിൻമെൻറ്റിന് പോയാലും ഈ റെഡ് ബുക്കിലാണ് ഈ ബേബിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത്. ബേബിയുടെ ബർത്ത് വെയ്റ്റ്, ബേബി ജനിച്ച ദിവസം, ബേബിയുടെ മെഷർമെൻറ്റ്സ്, അതെല്ലാം അതിനകത്തായിരിക്കും. ഇതൊരു ചെറിയൊരു ബുക്ക് പോലെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നു വിടുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത വാക്സിൻ, രണ്ടാമത്തെ വാക്സിന് പോകുമ്പോഴും ഈ സെയിം സംഭവം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വാക്സിൻ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് പനിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാരസിറ്റമോൾ, അതായത് കാൽപോൾ സിറപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്, അത് വാങ്ങിച്ച് വെക്കണം. അത് 2.5 ml ഡോസാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ടായിരിക്കും ഡോസ് കൊടുക്കുന്നത്. മാക്സിമം ഒരു 3 ഡോസിൻ്റെ ആവശ്യം വരത്തുള്ളൂ വാക്സിൻ എടുത്തതിന് ശേഷം. പിന്നെ ഈ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അമ്മമാരായിരിക്കും കൂടെ വേണ്ടത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ GPനെ വിളിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകം അവർ ചോദിക്കുന്നത്, അവർ അമ്മയോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഫാദറിനോട് അവർ അധികം ഇൻഫർമേഷൻസ് ചോദിക്കുകയോ പറയുകയോ ചെയ്യില്ല. കാരണം ഫസ്റ്റ് പേഴ്സൺ അല്ലെ ഫസ്റ്റ് ഗാർഡിയൻ എന്ന രീതിയിൽ അമ്മയായിരിക്കും ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ അമ്മയോടായിരിക്കും എല്ലാ കാര്യങ്ങൾ അവർ ചോദിക്കുന്നതും അറിയുന്നതും എല്ലാം. അതുപോലെ ഏത് വാക്സിനേഷന് പോകാണെങ്കിലും അമ്മയും കൂടെ പോകേണ്ടതാണ്. അമ്മ കുട്ടീനെ മടിയിരുത്തിയോ അങ്ങനെ ആയിരിക്കും ഇവിടെ. ഇപ്പം എനിക്കിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മടിയിൽ ബേബി ഇരുത്തി ഫസ്റ്റ് വാക്സിൻ വന്നിട്ട് 2 തൊടയിൽ കുട്ടിയുടെ കുത്തും. അത് പോരാഞ്ഞിട്ട് ഡ്രോപ്സ് മരുന്നാണ് ഒഴിക്കുന്നത്. അത് ഫസ്റ്റ് വാക്സിൻ 12 weeksൻ്റെ. അതിന് ശേഷം വന്നിട്ട് 16 weeks അതിൻ്റെ ആണ് അടുത്ത സെക്കൻഡ് ഡോസ് വരുന്നത്. ഈ സെയിം വാക്സിൻ തന്നെ അതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ന്യൂമോണിയയുടെ ഒരു വാക്സിനും കൂടെ ആഡ് ചെയ്താണ് കൊടുക്കുന്നതും. ഇതുപോലെ തന്നെ 2 തൊടയിലും, കുട്ടിയുടെ 2 തൊടയിലും അതുപോലെ കയ്യിലും ആയിരിക്കും 2 തൊടയിലും തുള്ളിമരുന്നായിരിക്കും കൊടുക്കുന്നത്. ഇതാണ് സെക്കൻഡ് ഡോസ് ഓഫ് വാക്സിൻ പറഞ്ഞത്. ഇനി തേർഡ് ഡോസിനകത്ത് വരുമ്പം എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഈ തേർഡ് ഡോസ് എടുക്കുമ്പം കുറച്ച് ഫീവർ വരാൻ ചാൻസ് കൂടുതലാണ് ഫസ്റ്റ് 2 വാക്സിൻ എടുക്കുന്നതിനെക്കാട്ടും. അപ്പം നിർബന്ധമായിട്ടും ഈ പാരസിറ്റമോൾ സിറപ്പ് നമ്മൾ കൊടുത്തിരിക്കണം കുട്ടിക്ക്. അപ്പോൾ ഹെൽത്ത് വിസിറ്റർ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിറ്റി സൈഡിൽ നിന്ന് ഇപ്പം മിഡ് വൈഫ് വരുന്ന പോലെ തന്നെ ഹെൽത്ത് വിസിറ്റർ വന്നിട്ട് ഈ ബേബിയുടെ വെൽബീയിങ് നോക്കാനാണ്, മദറിൻ്റെ വെൽബീയിങ് നോക്കാനൊക്കെ വരുന്നതാണ്.
അപ്പം ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഹെൽത്ത് വിസിറ്ററിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി പറഞ്ഞു തരിക, കുട്ടി കിടന്ന് ഒത്തിരി കരയുമ്പോൾ തന്നെയുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു തരിക, കുറേ നമുക്ക് ഇൻഫർമേഷൻ പേപ്പേഴ്സ് തരും, ലീഫ്ലെറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇൻഫൻറ്റ് കരയുന്നതിനെ പറ്റിയിട്ടുള്ള റീസൺ എങ്ങനെയാണ്, ഏതൊക്കെ ടൈമിലായിരിക്കും അവർ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്ര മണിക്കൂറുകൾ നിർത്താതെ കരയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കുറച്ച് പേപ്പേഴ്സാണ് അത് ഹെൽത്ത് വിസിറ്റർ തരുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും ഈ ബേബി കരയുന്നതിൻ്റെ ഇഷ്യൂസ് എന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് തരും. അതിനകത്ത് ഇതുപോലെ ബേബിയുടെ ലാച്ചിങ് എങ്ങനെയാണ്, ബേബി പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് എടുക്കുന്നുണ്ടെന്ന് അമ്മമാർക്ക് എങ്ങനെ മനസ്സിലാവും, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇൻഫർമേഷനുള്ള വേറെ ഒരു ഷീറ്റ് പേപ്പറായിരിക്കും തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും നമുക്കറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാകാൻ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 5 days എങ്കിലും പിടിക്കും കുട്ടിയായതിനു ശേഷം. ആദ്യമേയൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും മിൽക്ക് വരുന്നത്. അത് ഓർത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് മിൽക്ക് സപ്ലൈ ഇല്ലെന്ന്. അങ്ങനെയല്ല, അത് ശരിക്കും ഒന്ന് പ്രവർത്തിച്ച് വരാനായിട്ട്, ആ ഫ്ലോ ഒന്ന് കൂടി വരാനായിട്ട് ഒരു 3-4 ദിവസം പിടിക്കും. ഈ കാര്യം എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. എനിക്ക് ഈ പ്രഗ്നൻസി, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ വരുന്നത്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രസ്റ്റ് ഫീഡിങ് സംഭവം എങ്ങനെയായിരിക്കും എന്നുള്ളത് കേട്ടറിവുണ്ടെങ്കിലും നമ്മൾ ഇത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജാണ്. ഫസ്റ്റ് ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയായിട്ട് ബോണ്ടിങ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഫീഡ് ചെയ്യാനൊക്കെ കുറേ കഷ്ടപ്പാടാണ് ഒരമ്മയ്ക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും കടന്നു പോകുന്നൊരു സ്റ്റേജാണ്. അതുകൊണ്ട് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട.